അനുമോളുടെ പാവ നെവിൻ തട്ടിപ്പറിക്കുന്നതിൻ്റെ ഇടയിൽ നെവിൻ്റെ കയ്യിൽ അനുമോൾ കടിച്ചിരുന്നു. അത് കടിക്കുകയും മാന്തുകയും പിച്ചുകയൊക്കെ ചെയ്തിരുന്നു. അത് നെവിൻ കാണിച്ചു കൊടുക്കുന്നുണ്ടോ ക്യാമറയിലൊക്കെ? പക്ഷേ നെവിൻ അവിടെ കിടന്ന് കരയാനൊന്നും പോയില്ല. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് ലക്ഷ്മിയും അക്ബറും ആര്യനും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ലക്ഷ്മി തന്നെ അനുമോളോട് പറയുന്നുണ്ട്, ആ കാണിച്ചത് ശരിയായില്ല. അക്ബർ നിന്നോട് എന്താണ് കാണിച്ചത് അത് തന്നെയല്ലേ നീ നെവിൻ്റെ അടുത്തും കാണിച്ചത്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഞാൻ കാണിച്ചതുപോലെ ഒന്നുമല്ല, ഞാൻ കാണിച്ചതിലും അപ്പുറമാണ് ഇവള് കാണിച്ചത്. ഞാൻ ആരുടെയും മെയ്ത്ത് പിച്ചാനോ നുള്ളാനോ കടിക്കാനോ ഒന്നും പോയിട്ടില്ല, പാവയോ അടിച്ചു മാറ്റാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ ഗെയിം കളിച്ചു, അബദ്ധത്തിൽ നിങ്ങളെ തള്ളേണ്ടി വന്നു എന്ന് അക്ബർ പറയുന്നു. ലക്ഷ്മി അനുമോളെ ശരിക്കും കുറ്റപ്പെടുത്തുന്നുണ്ടോ, നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല, നീ നെവിൻ്റെ കയ്യിൽ കടിക്കരുതായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അനുമോൾക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അനുമോൾ പറയുന്നത്, പിന്നെ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടത്, എൻ്റെ പാവ തട്ടിപ്പറിക്കാൻ വന്ന് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനിയാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പാവ എങ്ങാനും തട്ടിപ്പറിക്കാൻ വന്നാൽ ഞാൻ കടിക്കും, പിച്ചും, നുള്ളും, മാന്തും എല്ലാം ചെയ്യും. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുമെന്ന് അനുമോളും പറയുന്നുണ്ട്. ഇത് അനുമോളുടെ ഒരു ഡബിൾ സ്റ്റാൻഡ് ഗെയിം പോലെ എനിക്ക് തോന്നി. കാരണം അക്ബർ ഒന്ന് തള്ളിയപ്പോൾ അവിടെ എന്തൊക്കെ ബഹളമായിരുന്നു, കിടന്ന് കരയുന്നു, ഒരു സ്ത്രീയാണെന്നുള്ള ഒരു പരിഗണന എനിക്ക് തന്നൂടെ എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. ഇപ്പോൾ നെവിൻ്റെ കൈയും കടിച്ച് കുറച്ച് മാന്തിയിട്ട് അനുമോൾ പറയുന്നതാണ്, എൻ്റെ കയ്യിൽ നിന്നെങ്ങാനും പാവ തട്ടിപ്പറിക്കാൻ വന്നാൽ ഞാൻ പിച്ചും മാന്തും നുള്ളും കടിക്കും എന്നല്ല. അനുമോൾ ഈ ഗെയിമിൽ ഇതുപോലെ പലതവണ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആര്യൻ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിലെ തൊട്ടടുത്ത് നിന്നപ്പം എൻ്റെ ശരീരത്തിൽ തൊടരുത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമുണ്ടാക്കിയിരുന്നു. അത് കഴിഞ്ഞ് ഈ ബോൾ പിടിക്കുന്ന ഒരു ടാസ്കിൽ ആര്യനെ പുറകിൽ നിന്ന് ശരിക്കും തള്ളി വിടുന്നുണ്ട് അനുമോൾ. അത് ഞാൻ ക്ലിയർ ആയിട്ട് ലൈവ് കണ്ടതാണ്. 2 കൈ ഉപയോഗിച്ച് ആര്യനെ ഫ്രണ്ടിലേക്ക് തള്ളി വിടുന്നു. അപ്പോൾ അത് ആര്യൻ ചോദ്യം ചെയ്തപ്പോൾ അനുമോൾ പറയാണ്, ഞാൻ തള്ളും, പിന്നെ എനിക്ക് പിടിക്കണ്ടേ, നിനക്ക് മാത്രം ബോൾ പിടിച്ചാൽ മതിയോ, ഞങ്ങൾക്കും പിടിക്കണ്ടേ, അപ്പോൾ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാവുമെന്ന് അനുമോൾ പറയുന്നു. അനുമോൾ ഇങ്ങനെ പല സമയങ്ങളിലായിട്ട് അനുമോളുടെ രീതിയിലേക്ക് ആ ഒരു ഗെയിം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പല ആക്രമണങ്ങളും നടത്താറുണ്ട്. പക്ഷേ അനുമോളുടെ നേരെ അത് വന്നു കഴിയുമ്പോൾ അനുവിന് അത് സഹിക്കില്ല. അനുവിനപ്പം വുമൺ കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാർഡ് ഇറക്കിയാണ് രക്ഷപ്പെടുന്നത്. നിങ്ങൾക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിന് കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.